യെസ്, തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. തെരുവുനായകളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. ഇതിനായി ദേശീയ പാതകളിലും റോഡുകളിലും പട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണം. നായകളെ ബന്ധീകരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നുമുള്ള നിർദ്ദേശം ഈ ഉത്തരവിലുണ്ട്. സജു തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സജു, വളരെ സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം നായകളുടെ കടിയേറ്റ് എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ഈ നായകളെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ അവയെ ഇല്ലാതാക്കണമെന്ന് വരെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സുപ്രീം കോടതി ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവുമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആദ്യം ഈ ഉത്തരവിന് വിശദാംശങ്ങൾ പറയും. നൗഫൽ, പ്രധാനമായിട്ടും ദേശീയ പാതകൾ അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിൽ നിന്നും തെരുവു നായകളെയും കന്നുകാലികളെയും നീക്കം ചെയ്യണം, ഇതിനെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത്. പ്രത്യേകിച്ച് റോഡുകളടക്കമുള്ളവയിൽ നിന്ന് തെരുവു നായകളെ നീക്കണമെന്നും ഇവയെ വന്ധീകരണം ചെയ്യണമെന്നും ഇവയെ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ തുറന്നു വിടരുത്, അതുമായി ബന്ധപ്പെട്ട് അതായത് 24 മണിക്കൂറും നിരീക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക ടീമിനെ ഏർപ്പെടുത്തണം, അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഈ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഇവരുടെ ജോലിയിൽ എന്തെങ്കിലും തട്ടുകേടുകൾ ഇവരുടെ ജോലിയിൽ ഉണ്ടായ അത് പ്രധാനമായിട്ടും കോടതി അലക്ഷ്യമായി മാറുമെന്നും കൃത്യമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ, അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രികൾ, മറ്റു സ്ഥലങ്ങൾ, പൊതുവിടങ്ങളിലെല്ലാം തന്നെ ധാരാളമായിട്ട് തെരുവു നായകൾ പെറ്റുപെരുകുന്നുണ്ട്. ഇവയുടെ വന്ധീകരണം ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെ ഇവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. 8 ആഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കണം. അത് ചീഫ് സെക്രട്ടറി സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി ദേശീയ പാതകളിലും റോഡുകളിലും ചില പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. ഈ പെട്രോളിംഗ് സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു. പൊതു ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഈ നായകൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ഫെൻസിങ് നടപ്പാക്കണം. ഇത്തരത്തിലുള്ള വേലികളുടെ പുറത്ത് ഇവയെ നിർത്തണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗികത വളരെ വലുതായിട്ട് നിലനിൽക്കുക. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള പാർക്കുകളുണ്ട്, ആശുപത്രികളുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്. ഇവിടെയൊക്കെയും നായകളുടെ ഒരു പ്രചരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ ഈ നായകളെ കൂട്ടത്തോടെ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ ഇവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികത വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ വിസ്തീർണങ്ങളിലേക്ക് കടക്കാറ്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ ഒരു ആഭ്യന്തര പ്രശ്നം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജില്ലാ തലങ്ങളിലടക്കം നമുക്കറിയാവുന്ന ഓരോ ജില്ലയിലും ആയിരക്കണക്കിന് നായകളാണ് വിവിധ സ്ഥലങ്ങളിലുള്ളത്. ഇതിനെയൊക്കെയും വന്ധീകരിക്കുക അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുക എന്നുള്ളത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ സംസ്ഥാന സർക്കാരുകൾ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് 8 ആഴ്ചയ്ക്ക് ശേഷം കൃത്യമായിട്ട് ഒരു സത്യവാങ്മൂലം നൽകണമെന്നിപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ചീഫ് സെക്രട്ടറിമാർ പാലിക്കണം. അതായത് ഈ പെട്രോളിംഗ് സംവിധാനം ഏതൊക്കെ തരത്തിൽ നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ പെട്രോളിംഗ് സംവിധാനം കൃത്യമാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് വേണം 8 ആഴ്ചക്കുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതാലും ആദ്യഘട്ടത്തിൽ ഈ നായകളെ വന്ധീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ഇവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നും പ്രത്യേകിച്ച് പൊതുവിടങ്ങൾ, സ്കൂളുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിംഗ് സംവിധാനം, അതായത് വേലി കെട്ടി വേർതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നൗഫൽ, യെസ്, പൊതു ഇടങ്ങൾ നായമുക്തമാക്കുക എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സജു തോമസ് നൽകിയത്.